രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഹർജി ഇന്ന് തന്നെ പരിഗണിച്ചേക്കും. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, എന്തെല്ലാം വാദഗതികളാണ് ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്? പീഡന പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഈ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഹർജി പരിഗണിച്ചേക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ യുവതി മൊഴി നൽകാമെന്ന് മുൻപ് തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ യുവതിയുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തിയേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മെയിൽ വഴിയാണ് യുവതി മൊഴി നൽകാമെന്നുള്ള ഒരു ഉറപ്പ് പോലീസിന് നൽകിയത്. എന്നാൽ ഈ ഒരു ജാമ്യാപേക്ഷ അതിലൊക്കെ ഒരു മുൻകരുതൽ എന്ന വണ്ണമാണ് ഇപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കേസിലും ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു തീരുമാനം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ആ കേസിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചേക്കുമെന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുവതിയുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയും മുൻകൂട്ടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ ഒരു ജാമ്യ ഹർജി പരിഗണിച്ചേക്കുമെന്നുള്ള ഒരു പുതിയ അപ്ഡേഷനാണ് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്നത്. നീലിമ. ശരി ശ്രീനന്ദ.